റോട്ടിലൊക്കെ ടയറൊക്കെ ഇട്ട് കത്തിച്ചിട്ട് ഇതാ വാഹനങ്ങളൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ റോട്ടിൽ കുടുങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇനി എന്താണ് എന്നുള്ളത് അറിയില്ല. ഇവിടെ കർഫ്യൂ ആണ്. മറ്റു വാഹനങ്ങളൊന്നും റോട്ടിലില്ല. റോഡൊക്കെ കാലിയാണ്, വിജനമാണ്. ആളുകളിങ്ങനെ പതുക്കെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. പ്രശ്നം അതിരൂക്ഷമാണെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളെ വണ്ടികളൊക്കെ ഇവിടെ സൈഡാക്കിയിട്ടാണ്. കുറേ ടൂറിസ്റ്റ് വണ്ടികളുണ്ട് ഇവിടെ. നമ്മൾ ആളുകളൊക്കെ അതും ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഒരു രക്ഷയില്ല എന്നാണ് ഇവർ പറയുന്നത്. ഹോട്ടലിലേക്ക് വരെ എത്താൻ മാർഗ്ഗമില്ലാത്തൊരവസ്ഥയാണ്. ഇത് മറ്റൊരു സ്ഥലത്താണ്. നിങ്ങൾ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഇപ്പുറത്താണ്. ഇവിടെയും വീണ്ടും തീയൊക്കെ ഇട്ടിട്ട് ആളുകൾ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളൊന്നുമില്ല റോട്ടിൽ. കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. എന്താ പറയുക, ഞങ്ങൾക്ക് ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ല. റൂം ആണെങ്കിൽ ഇവിടുന്ന് 9 കിലോമീറ്റർ അപ്പുറത്താണെന്നാണ് പറയുന്നത്. അവിടേക്ക് എത്താനുള്ളൊരു മാർഗവും ഇപ്പോൾ കാണുന്നില്ല. എന്തായാലും നോക്കുന്നുണ്ട് എന്തെങ്കിലും മാർഗങ്ങൾ. ആളുകളിവിടെ ഇങ്ങനെ അപ്പുറപ്പുറമൊക്കെ ഇങ്ങനെ കുറേ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും നമുക്കൊന്നും പോകാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ഒരുവിധം ആളുകളൊക്കെ നടന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഓരോ സ്ഥലത്ത് സൈഡാക്കിയതാണ്. ഒക്കെ സൈഡായി നിൽക്കുകയാണ്. നമുക്ക് രക്ഷയില്ല. പോടുന്ന് പുറത്ത് കിടക്കാൻ നോക്കുന്നുണ്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ആളുകളൊക്കെ സേഫാണ്. ആംബുലൻസും പോലീസ് വണ്ടിയൊക്കെ തന്നെ ഉള്ള റോട്ടിൽ. പിന്നെ വളരെ ചില്ലറ ബൈക്കുകളൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ടല്ലോ ഇവിടുത്തെ ഒരു മെയിൻ റോഡാണിത്. ആ മെയിൻ റോഡിൽ ആളുകൾ തീയിട്ട് ब्लॉक रोड। क्या करेंगे, कहाँ से जाएगा? जाने का रास्ता है ही नहीं, कहाँ से जाएंगे, बैठेंगे। अब हमारा आदेश आ गया, अभी कहीं हिलना मत, कुछ हो गया मैं जिम्मेवारी नहीं। बहुत मुश्किल, कोई काम से नहीं। ആളുകളൊക്കെ അവിടെ റോഡിന്റെ സൈഡിൽ വണ്ടിയൊക്കെ സൈഡാക്കി കഴിഞ്ഞ് റോഡിന്റെ സൈഡിലൊക്കെ മാറി നിൽക്കുകയാണ്. പ്രശ്നങ്ങൾ വളരെ സങ്കീർണം തന്നെയാണ്. ഇത് ജനങ്ങൾ റോട്ടിലിറങ്ങിയോണ്ട് പെട്ടെന്നൊന്നും ഈ പ്രശ്നം തീരും തോന്നുന്നില്ല നമുക്ക്. കാരണം എന്തെങ്കിലും തീരുമാനമാകാതെ ഇവര് ഗവൺമെന്റിന്റെ രാജ്യമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ വിട്ടുവീഴ്ചയൊന്നും വരും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ കൂടെ ഉള്ളൂ. എന്താ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ.